നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം വിഷാദ രോഗത്തെക്കുറിച്ചാണ്. ഇതിന് ഡിസ്ട്രപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേറ്ററി ഡിസോർഡർ എന്നാണ് പറയുന്നത്. DMDD എന്നും പറയും. പലപ്പോഴും വിഷാദ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾ സാധാരണ മുതിർന്നവരിൽ കാണുന്നത് പോലെയല്ല രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇവർ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ ഒന്നാമതായിട്ട് ആങ്കർ ഔട്ട്ബസ്റ്റ്. അത് ഒരു പക്ഷേ ഫിസിക്കൽ അഗ്രഷനായിട്ടോ അല്ലെങ്കിൽ സ്ക്രീമിംഗ് ആയിട്ടോ ഷൗട്ടിംഗ് ആയിട്ടോ കേഴ്സ് വേർഡ്സ് ഉപയോഗിക്കുന്നതായിട്ടോ അങ്ങനെ അമിതമായ ദേഷ്യ പ്രകടനങ്ങളിലാകാം അവരുടെ വിഷാദം കാണിക്കുന്നത്. രണ്ടാമതായി ഇത്തരം കുഞ്ഞുങ്ങളിൽ ഒരു സ്ഥായിയായ ഭാവം ആങ്കർ അല്ലെ ഇറിറ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അത് മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള ദേഷ്യ പ്രകടനത്തിൻ്റെ തീവ്രത പലപ്പോഴും അവരുടെ പ്രായപരിധിയിൽ കവിഞ്ഞതുമായിരിക്കും. അത് ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയം നിലനിൽക്കുന്നതായിട്ടുള്ള ദേഷ്യവുമായിരിക്കും. പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അവർ അനുസരണക്കേട് കാണിക്കുന്നതായിട്ടോ അവർക്ക് മൂഡ് സ്വിങ്സ് ഉള്ളതുപോലെയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം അവർക്കുള്ളതുപോലെയോ ഉത്കണ്ഠകളുള്ളതുപോലെയോ ഒക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ഇത് തീവ്രമായ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. സാധാരണയായി 10 വയസ്സിന് മുന്നേ തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കൂടുതലും ആൺകുട്ടികളിലും സ്കൂൾ ഏജിലുള്ള കുഞ്ഞുങ്ങളിലുമാണ് ഇത് കാണുന്നത്. പലപ്പോഴും ഇത്തരം കുഞ്ഞുങ്ങളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണാറുണ്ട്. പലപ്പോഴും അവർക്ക് ദോഷം വരുന്നതായിട്ട് നമ്മൾ ഭയപ്പെടുന്ന ചില ബിഹേവിയേഴ്സ് ഇത്തരം കുഞ്ഞുങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി അഗ്രസീവ് ബിഹേവിയർ, അത് സ്വയമേ തന്നെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഫിസിക്കലി അഗ്രസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പം കുടുംബത്തിലുള്ളവരോടായിരിക്കാം, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ സ്കൂൾ പെർഫോമൻസ് മോശമായിട്ട് വരാം. ആത്മഹത്യാ പ്രവണതകൾ ഇത്തരം കുഞ്ഞുങ്ങളിൽ കാണാറുമുണ്ട്. ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനും അത് നിലനിർത്തിക്കൊണ്ടു പോകാനും പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ വരികയും ഒറ്റപ്പെടലും ഉൾവലിയിലും ഇത്തരം കുഞ്ഞുങ്ങളിൽ കാണുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവരുടെ ദേഷ്യങ്ങൾ കാരണമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് ചില ശിഥിലതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളും പേരൻസും തമ്മിലുള്ള ബന്ധവും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ടുള്ള പേരൻസിൻ്റെ തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ പേരൻസിൻ്റെ ബന്ധങ്ങളും വഷളാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു കുട്ടികൾ പലപ്പോഴും പല ആക്ടിവിറ്റീസിലും സന്തോഷത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉൾവലിയുന്നത് കാരണവും അവർക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ കഴിയാത്തത് കാരണം അവർക്ക് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ബിഹേവ് ചെയ്യാൻ കഴിയാതെ വരാം. ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനോ ഉത്കണ്ഠ രോഗങ്ങളോ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോ മറ്റു കുഞ്ഞുങ്ങളിലോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായം തേടുക.